ഗോപാൽ, ഇതിനൊരു തുടക്കം കുറിക്കൽ അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പിന്നീട് പോയത്. ഈ സമീപകാലത്ത് തന്നെ മുന്നണി ഇത്ര ദിവസത്തോളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദം ഇതുപോലെ ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അതിൽ അസാധാരണമായ ഒരു തീരുമാനത്തിലേക്ക് ഏറ്റവും ഒടുക്കം എത്തുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ലേ? റോഷിനി, അറിഞ്ഞില്ല എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അല്പം മുൻപ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം ഇതേ നിലപാട് തന്നെയാണ് ആവർത്തിച്ചത്. അതായത് ഈ വിഷയത്തിൽ താൻ പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല, സമവായമായോ എന്നറിഞ്ഞിട്ടില്ല, ആ സമവായ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൽ തനിക്ക് വ്യക്തതയില്ല. മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അല്പനേരം കാത്തിരിക്കൂ, മന്ത്രിസഭാ യോഗത്തെ സംബന്ധിച്ച വ്യക്തത വരുമെന്നും ആ യോഗത്തിന് ശേഷം ഇതിൽ എന്താണ് നിലപാട് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ചിത്രം രൂപപ്പെടുമെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് തന്റെ കയ്യിൽ നിൽക്കുന്ന തരത്തിൽ നിന്ന് ഇത് പോയി എന്നും ഇത് LDFിലും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതരുടെ ചർച്ചയിലും പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് എന്ന അതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നത്. തനിക്കൊന്നും പറയാനില്ല, തനിക്കൊന്നും അറിയാനില്ല. അത് ഇതിൽ അവസാനം മന്ത്രി പറയുന്നുണ്ട്. അതായത് ഇത് പറയാനില്ല എന്നാണോ അതോ അറിയില്ല എന്നാണോ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ വ്യാഖ്യാനിച്ചോളൂ എന്ന തരത്തിലേക്ക് മന്ത്രിയുടെ ആ സ്വരത്തിലുള്ളൊരു മറുപടി ഉണ്ട്. അത് തന്നെയാണ് ഇതിലെ കൃത്യമായിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ നിർദ്ദേശം ഇതിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ വകുപ്പിനും ലഭിച്ചിട്ടുണ്ട്. നിശബ്ദമായിരിക്കണം ഇത് എന്നുള്ള കാര്യത്തിൽ. കാരണം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഉറപ്പോട് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ കൈവിട്ട കളിക്ക് ഇറങ്ങിയതും. അപ്പോഴൊക്കെയും അദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഇതിൽ ചുക്കാൻ പിടിച്ചവർ വിശ്വസിച്ചിരുന്നത് CPIയെ അനുനയിപ്പിക്കാൻ സാധിക്കുമെന്നും ഇത്ര കണ്ട് പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നതുമായിരുന്നു. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇതിന്റെ കൈവിട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി, കളം മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. അതോടുകൂടിയാണ് ഇന്ന് ഏറ്റവും അവസാനമായി സമവായത്തിലേക്ക് എത്തുകയും അത് CPM വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടൊരു സമവായത്തിലേക്ക്, പൂർണ്ണമായും CPIക്ക് ആധിപത്യം ഉറപ്പിക്കുന്നു എന്ന തരത്തിലേക്ക് പറയാൻ പറ്റുന്ന ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് മന്ത്രിസഭാ യോഗമാണ്. മന്ത്രിസഭാ യോഗത്തിൽ എന്ത് നിലപാട് ഇതിൽ ഉന്നയിക്കും, ഇതിൽ ഏതൊക്കെ മന്ത്രിമാർ പങ്കെടുക്കുമെന്ന കാര്യമൊക്കെ ആണ് ഇതിൽ നിന്ന് വ്യക്തമാകേണ്ടത്. ശരി, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങൾ നൽകിയത്.